ടൂറിസത്തിന് ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. എന്നാൽ ഈ മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യുകയോ അതിനുവേണ്ടി ഒന്നും ചെയ്യാത്തൊരവസ്ഥയാണ്. പൊതുവെ ഒരു ഭാവി ഇരുളടഞ്ഞ രീതിയിലാണ് പുതിയ തലമുറയ്ക്ക് വേണ്ടി അവർ കരുതുന്നത്. പല കാര്യങ്ങളും അവർ പറയുന്നു, പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാക്കുവാൻ കഴിയാത്ത രീതിയിലാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം. ഈ കശുവണ്ടി മേഖല എന്ന് പറയുന്നത് കൊല്ലത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ തന്നെയായിരുന്നു കശുവണ്ടി മേഖല. ആ കശുവണ്ടി മേഖല ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ആ കശുവണ്ടി മേഖലയിൽ കേന്ദ്രീകരിച്ച് എത്ര കുടുംബങ്ങളാണ് ഇവിടെ അതിജീവനത്തിന് വേണ്ടി ഇപ്പോൾ കരയുന്നത്? അതിലേക്കൊന്നും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഈ രാഷ്ട്രീയക്കാർ ഒന്നും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അവർ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നു, ഇലക്ഷന് വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നു, പക്ഷേ ഇവയൊന്നും പ്രാവർത്തികമാകുന്നില്ല. വേണ്ടിയത് ശക്തമായ സുശക്തമായ ഒരു ഭരണ നേതൃത്വമാണ് വേണ്ടിയത്. ഇതിൻ്റെ ഒരു ഗ്രഹപാഠം, ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ കൊല്ലം ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരിക. അതിൽ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ ഈ കൊല്ലം ജില്ല വരുമെന്നുള്ളതിന് സംശയമില്ല. ഞാനൊരു അമ്പലത്തിൽ തൂക്കാൻ പോവേണ്. എനിക്കൊരു ഗതിയിൽ 2 പെൺപിള്ളേരാണ്, 2 ഒരേ അയച്ച് പെൻഷൻ വരുമ്പം കിട്ടും. 6-7 മാസത്തെ കിട്ടാനുണ്ടായിരുന്നു, അപ്പോൾ 1 മാസത്തെ കിട്ടി. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഗുളികയ്ക്ക് പോലും തികയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ വന്നതിന് ശേഷമാണ് നമ്മുടെ വാർഡിൽ തന്നെ വികസനങ്ങളുണ്ടായത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വീടുകൾ കൊടുക്കാൻ പറ്റി. PMA പദ്ധതി പ്രകാരം നമുക്ക് വീടുകൾ കൊടുക്കാൻ പറ്റി. അത് കണക്കിന് ഉജ്ജ്വൽ യോജന പ്രകാരം നമുക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈദ്യുതി എരിച്ചിട്ടില്ലാത്ത വീടുകളിൽ നമുക്ക് അവിടെ നമുക്ക് വൈദ്യുതീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. വേറെ മറ്റുള്ള ഒരു ഡീറ്റെയിൽസ് ഇല്ല. നമുക്ക് ആധാർ വെച്ചും കൊണ്ടാണ് നമ്മൾ വീടുകളിലേക്ക് നമ്മൾ വൈദ്യുതീകരണം തന്നെ നടത്തുന്നതിനുള്ള ആ ഒരു പദ്ധതി നമ്മുടെ കേന്ദ്രത്തിൻ്റെത് കൊണ്ടുവന്നത്. കുടിവെള്ളത്തിന് ഭയങ്കരമായ നമ്മുടെ നാട്ടിൽ രൂക്ഷമായി നിൽക്കുന്ന ആ സമയത്താണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതി വന്ന്, അതുകൊണ്ട് ആ അമൃത് പദ്ധതി പ്രകാരം നമ്മുടെ വാർഡിൽ എനിക്ക് ഒരുപാട് വീടുകളിലേക്ക് നമുക്ക് പൈപ്പ് കണക്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല നല്ല വികസനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വികസനത്തിനെ തുടർന്ന് നമ്മുടെ വാർഡിനെ നമുക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് കഴിവുള്ള MP വേണം, MLA വേണം. ഇതെല്ലാം നമ്മുടെ ഓരോ ആഗ്രഹങ്ങളാണ്.